ഇന്നൊരു ഫുഡ് വ്ളോഗാണ്. അപ്പോൾ ഇവിടെ അടുത്ത് ഒരു പള്ളിയിൽ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു. എല്ലാ മാസത്തിലും മൂന്നാമത്തെ വെള്ളിയാഴ്ച. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു ഊട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ പ്രസാദ ഊട്ട്, അതിൻ്റെ ഒരു ഫുഡ് വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത്. ചോറുണ്ട്, നെല്ലിക്ക അച്ചാറുണ്ട്, പിന്നെ നമ്മളിതാ ഇതിനകത്ത് കണ്ടില്ലേ, അതിനകത്തേക്ക് ഇടാം. ഇഞ്ചിക്കറിയാണ് കേട്ടോ, പുളിയിഞ്ചി ഉണ്ട്. അപ്പം ചോറുണ്ട്, ഇതാ നെല്ലിക്ക അച്ചാറുണ്ട്, പുളിയിഞ്ചി ഉണ്ട്, സാമ്പാറുണ്ട്, കൂട്ടുകറി ഉണ്ട്, പിന്നെ ഉള്ളത് പായസമാണ്. ഓക്കെ, പായസമുണ്ട്. ഇനി നമ്മുടെ വക ഉരുളക്കിഴങ്ങ് തോരൻ. ഉരുളക്കിഴങ്ങ് തോരൻ, ഇനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പഴമാങ്ങ കാളൻ, ഇത് നമ്മുടെയാണ് കേട്ടോ. മാങ്ങ കാളൻ. പിന്നൊരു ഐറ്റം ഉണ്ട്, ചമ്മന്തി, ചെമ്മീൻ ചമ്മന്തി കേട്ടോ, ചെമ്മീൻ ചമ്മന്തി. പിന്നൊരു സംഭവം ഉണ്ട്, ബീട്രൂട്ടാണ്. കണ്ടല്ലോ, തീർന്നു, ഞാൻ തന്നെ തിന്നു തീർത്തു. ബീട്രൂട്ട് ഉപ്പിലിട്ടതെന്ന് പറയും, അടിപൊളിയായിരുന്നു. അപ്പോൾ തീരാറായി. ഇനി കുറച്ച് മുളകും ബീട്രൂട്ടിൻ്റെ ചില്ലറ കഷ്ണങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഇങ്ങനെ ഉപ്പിലിട്ട വെള്ളമൊക്കെ ഞാൻ വെറുതെ വലിച്ചു കുടിച്ച് തീർത്തതാണ്. നല്ലതല്ലേ, ബ്ലഡ് ഉണ്ടാവും ബീട്രൂട്ട് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ്. അപ്പം അതിൻ്റെ ഒരു ഉപ്പിലിട്ടത്, ഇത്രയാണ് നമുക്കുള്ളത്. കണ്ടല്ല എന്തൊക്കെയുണ്ട് ഇപ്പോൾ. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, അത് നമ്മുടെ സ്വന്തം. പഴമാങ്ങ കാളൻ, അത് നമ്മുടെ സ്വന്തം. ചെമ്മീൻ ചമ്മന്തി, അത് നമ്മുടെ സ്വന്തം. പിന്നെ നെല്ലിക്ക അച്ചാറ്, പുളിയിഞ്ചി, ഈ ഉപ്പിലിട്ടത് നമ്മുടെയാണ്. സാമ്പാർ, കൂട്ടുകറി, പായസം അടക്കം ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഊണിൻ്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പോയില്ല കേട്ടോ നേർച്ച വാങ്ങിക്കാനായിട്ട്. ഈ ബീട്രൂട്ടിൽ ശരിക്കും ബീട്രൂട്ടൊക്കെ ഞാൻ നിന്ന് തീർത്തു, മുളക് മാത്രമേ ഉള്ളൂ ലാസ്റ്റ്. അപ്പോൾ നമുക്ക് ചോറെടുക്കാനുള്ള ഓപ്ഷനില്ല. നെല്ലിക്കച്ചാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീട്രൂട്ടിലിട്ട മുളക്, പഴമാങ്ങ, കുരുകുരാന്നരിഞ്ഞ കാളൻ, മധുരം എനിക്കിഷ്ടമാണ്. പഴമാങ്ങ കറി, സാമ്പാറിൽ വെണ്ടക്ക അല്ല മത്തങ്ങ, ചെമ്മീൻ ചമ്മന്തി, അടിപൊളി. അപ്പോൾ ഇതിന് തീർത്തിട്ടാണ് കാന്താരി മുളക്, ബീട്രൂട്ടിലിട്ട കാന്താരി മുളക്.
ബീറ്റ്റൂട്ടിലിട്ട പച്ചമുളക്. വീണ്ടും കാന്താരി. ആഹാ, ബീറ്റ്റൂട്ട്, കായ, പീസ്, നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, നെല്ലിക്ക അച്ചാർ. എനിക്ക് നെല്ലിക്ക ഭയങ്കര ഇഷ്ടം അച്ചാർ. കൂട്ടുകറി കൊള്ളാം, അടിപൊളിയാണ്. തന്നെ വയറ് നിറഞ്ഞു, എന്നിട്ടും ചോറ് ബാക്കിയാണ്. നെല്ലിക്ക, ഇതിലെ കറിയൊക്കെ ഏകദേശം തീർന്നു. ഇനി നമുക്ക് നമ്മുടെ സാമ്പാർ വെച്ചിട്ട് കുഴച്ച് തട്ടാം. പള്ളിയിലെ നേർച്ചട്ടോ. ഞാനൊക്കെ പണ്ട് ഇതിലും സ്ലോ ആയിട്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കഴിക്കാൻ ശ്രമിക്കും. കാരണം എവിടെയെങ്കിലുമൊക്കെ അന്നദാനത്തിന് പോകുമ്പോൾ നമ്മൾ മാത്രം ഇരിക്കാൻ പാടില്ലല്ലോ. അപ്പോഴൊക്കെ വാരി വലിച്ച് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഭക്ഷണം എന്നത് ആസ്വദിച്ച് കഴിക്കണം. ആസ്വദിച്ച് കഴിക്കേണ്ട ഒന്നാണ് ഭക്ഷണം. മോഹൻലാലൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടില്ലേ? വളരെ ആസ്വദിച്ചിട്ടാണ് മോഹൻലാൽ ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പം ലാസ്റ്റത്തെ നെല്ലിക്ക ഒരു കഷ്ണമുണ്ട്. സാമ്പാർ ബാക്കിയുണ്ട്, കുറച്ച് സാമ്പാർ ബാക്കിയുണ്ട്, കൂട്ടുകറി ബാക്കിയുണ്ട്, പായസമുണ്ട്. പായസം കുടിച്ചു നോക്കാം. ദൈവമേ, ഇതെങ്ങനെയാണ് കുടിക്കുക? സൂപ്പർ പായസം. പ്ലാനിങ് ഒക്കെ തെറ്റി. പായസം കുടിച്ച് എന്തൊക്കെയായിരുന്നു. ഇനി ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ പായസം നമ്മുടെ മേത്തേക്ക് വീണു ഓൾറെഡി.
കുറച്ച്. അപ്പം ഇനി കൈയിട്ട് വാരി കഴിക്കാം, അതായിരിക്കും ബെസ്റ്റ്. നല്ല അടയാണ് കേട്ടോ, അടയാണ്. ഞാൻ വിചാരിച്ചു ഗോതമ്പായിരിക്കുന്നു, ഗോതമ്പല്ല, അടയാണ്. കണ്ടോ നിങ്ങൾ? അല്ല, അട പായസപ്രഥമനാണ്. ശർക്കര പ്രഥമനാണ് കേട്ടോ. നല്ല മധുരമുണ്ട്, സൂപ്പർ. പണ്ട് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി, മഞ്ജു എന്നാ അവരുടെ പേര്, ഭക്ഷണം കഴിഞ്ഞാൽ അവൾ 5 പേരിലും നക്കി തുടങ്ങി. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് പായസം തന്നെയാണ് കേട്ടോ. സൂപ്പർ. പുളിഞ്ചി നല്ലതായിരുന്നു, എൻ്റെ മാങ്ങാക്കറി നല്ലതായിരുന്നു, എൻ്റെ ചെമ്മീൻ ചമ്മന്തി നല്ലതായിരുന്നു. അപ്പോൾ പായസം സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഊണ് അടിപൊളി. കൈ കഴുകിയിട്ട് വരാം. ടാറ്റാ.